പ്രതിസന്ധികൾക്കിടയിലും മത്സ്യകൃഷി ലാഭകരമാക്കി കുട്ടമ്പുഴ പഞ്ചായത്തിലെ നായ്പള്ളി സ്വദേശി രാമകൃഷ്ണൻ. പുരയിടത്തിലെ കുളത്തിലാണ് രാമകൃഷ്ണൻ സമ്മിശ്ര കൃഷി നടത്തിവരുന്നത്. കോതമംഗലം കുട്ടമ്പുഴ പഞ്ചായത്തിലെ 1/2 ഏക്കറോളം വരുന്ന പുരയിടത്തിലാണ് രാമകൃഷ്ണൻ സമ്മിശ്ര കൃഷി നടത്തിവരുന്നത്. വിവിധ ഫലവൃക്ഷങ്ങൾക്ക് പുറമെ പച്ചക്കറികളും മത്സ്യകൃഷിയുമാണ് രാമകൃഷ്ണന്റെ കൈത്താങ്ങ്. പ്രതിസന്ധികൾക്കിടയിലും തളരാതെ രാമകൃഷ്ണൻ മത്സ്യകൃഷി ലാഭകരമാക്കി കൊണ്ടുവരുന്നു. കൃഷിയിടത്തിൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള കുളത്തിൽ വരാലുകളെയാണ് വളർത്തുന്നത്. 9 മാസമായപ്പോഴേക്കും 1 കിലോയിലധികം തൂക്കം വെച്ച മീനുകൾ ആവശ്യക്കാർക്ക് 350 രൂപ നിരക്കിലാണ് നൽകിയത്. മീൻകുളത്തിലെ വെള്ളമാണ് മറ്റു കൃഷികൾക്കും നനയും വളവുമായി നൽകുന്നത്. മീനിന്റെ തീറ്റയ്ക്ക് വില വർദ്ധിച്ചതോടെ മീൻ കൃഷി നഷ്ടമാകുന്ന അവസ്ഥ സംജാതമായെങ്കിലും കുളത്തിലെ വെള്ളം മറ്റു കൃഷികൾക്ക് നനയും വളവുമായി ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു പരിധിവരെ നഷ്ടം പരിഹരിക്കാൻ കഴിയുമെന്ന് കൃഷിയുടമ രാമകൃഷ്ണൻ പറഞ്ഞു. നല്ല ടേസ്റ്റുള്ള മീനും നല്ല രുചിയുള്ള മീനുമാണ്. ഇത് ലാഭകരമാകണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ വെള്ളം എടുത്ത് കൃഷിക്ക് ഉപയോഗിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കണം. അതുപോലെ ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും സബ്സിഡി കിട്ടിയാൽ മാത്രമാണ് നമുക്കിത് മെയിനായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ വേറെ സ്റ്റേറ്റുകളിൽ നിന്ന് കൊണ്ടുവന്ന മീനാണ്. ഹൈബ്രിഡ് മീനാണ്. അത് ജൈവമാണ്. യാതൊരു മായവും ഇതിനകത്തില്ല. ഇത്തരം ഘട്ടങ്ങളിൽ ഗവൺമെന്റിൽ നിന്നും ലഭിക്കുന്ന സബ്സിഡി കിട്ടിയാൽ വളരെ ഉപകാരപ്രദമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മീൻ പിടിക്കുന്ന ആഹ്ലാദത്തിൽ കുട്ടികൾ ഉൾപ്പെടെ കുളത്തിലിറങ്ങി മീൻ പിടിച്ചതും അത് വാങ്ങിക്കൊണ്ടുപോയതുമെല്ലാം രസകരമായിരുന്നുവെന്ന് അദ്ദേഹം. ഈ സമ്മിശ്ര കൃഷിയാണ്. അത് റംബൂട്ടാൻ, തെങ്ങ്, അടയ്ക്കാമരം, വാഴ ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെയാണ് ഇതിൻ്റെ വെള്ളം അടിച്ചു കൊടുക്കുക. വെള്ളം നേരിട്ട് നല്ല ഭയങ്കര വളമാണ്. പിന്നെ പുൽകൃഷിയുണ്ട്, കന്നാലിപ്പുല്ല്, അതിനൊക്കെ അടിച്ചെടുക്കും. കൊക്കോ ഉണ്ട്, കൊക്കോയ്ക്ക് അടിച്ചു കൊടുക്കും. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. 3.5 വർഷം മുൻപ് അവളുടെ ആഗ്രഹത്തിന് ഇതുപോലൊരു ലെറ്റർ ഞാൻ കൊടുത്തു. അന്ന് അവൾ എന്നെ നോക്കി ഒന്ന് സന്തോഷത്തോടെ ചിരിച്ചു. ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം.